വലുതാകുന്നു. ഞാൻ മീതോഷ്ണ മേഖലകളിലാണ് വളരുന്നത്. ഞാനൊരു മധുരനാരങ്ങയേക്കാൾ വലുതാകുന്നു. എന്നാൽ ഒരല്പം പുളിരസം കൂടുതലുണ്ട്. എന്നാൽ നാനാതരങ്ങളിലുള്ള ഗ്രേപ്പ് ഫ്രൂട്ടുകൾക്ക് വ്യത്യസ്ത രുചികളും നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്റെ മാതൃമരം 5 മുതൽ 6 മീറ്റർ വരെ പൊക്കത്തിലുള്ളതാകുന്നു. അതിന്റെ ഇലകൾക്ക് കടും പച്ച നിറമാകുന്നു. വിവിധ വർണ്ണങ്ങളിൽ എന്നെ കാണാം. ചുവപ്പ്, വെളുപ്പ്, പിങ്ക് നിറങ്ങളിൽ സാധാരണയായി എന്നെ കാണാം. എന്നാ പിന്നെ കാണാം. നന്ദി കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, സുഖം തന്നെയല്ലേ? എന്താ എല്ലാവരും എന്നെ മിഴിച്ചു നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ ചങ്ങാതിക്കുരുവി. ഇന്ന് നമുക്ക് ഒത്തിരി രസികൻ പാട്ട് കേൾക്കാം. കൂട്ടുകാരെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് മുതലേ പറഞ്ഞു പോരുന്ന ഒരു മഹത്തായ വാക്യമാണിത്. ശരിയല്ലേ? നല്ല കൂട്ടുകാരൻ കണ്ണാടിയെ പോലെ നമ്മുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മെ നേർവഴിക്ക് നയിക്കുന്നവനായിരിക്കും. എന്നാൽ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ.
ഐക്കാസി കുടുംബത്തിലാണ് ഞാൻ. വലിയ വൃക്ഷമാണ് ഞാൻ. എനിക്ക് കൊമ്പുകളില്ല. ഞാൻ ഒറ്റത്തടിയാണ്. തേങ്ങയുടെ കാമ്പ് വെളുത്തതാകുന്നു. പച്ചയ്ക്കും പാകം ചെയ്തും എന്നെ ഭക്ഷിക്കാറുണ്ട്. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാനും എന്നെ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ എന്നെ സുലഭമായി കാണാം. ദാ പോയി വിട. മോനെ അപ്പു, എണീക്കുന്നില്ലേ? നേരം വെളുത്തു. ദാ ഞാൻ എണീറ്റു അച്ഛാ. അല്ല, ഇന്ന് എങ്ങോട്ടാ യാത്ര? അവധി ദിവസമല്ലേ അച്ഛാ, അതുകൊണ്ട് ഞാനും രാധയും കൂടി കാട്ടിലെ കൂട്ടുകാരെ കാണാൻ പോകുകയാ. അച്ഛാ, ഞാൻ പോകുകയാണ്. ശരി മോനെ, ശ്രദ്ധിച്ചു പോകണേ. ശരി അച്ഛാ. ലാലലലലലലാ, 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 ലാലലലലലലാ. അല്ല മിന്നുപൂച്ചേ, എന്താ പ്രശ്നം? എന്തിനാ കരയുന്നത്? അതാ ആ വീട്ടിൽ കാണുന്ന കുറിഞ്ഞിപ്പൂച്ചക്ക് ആ വീട്ടുകാർ എന്തോരം ഭക്ഷണമാണ് കൊടുക്കുന്നത്. വിശന്ന് പൊരിയുന്ന എനിക്ക് കുറച്ച് ഭക്ഷണം തരാൻ പറഞ്ഞപ്പോൾ കുറിഞ്ഞിപ്പൂച്ച തരില്ലെന്ന് പറഞ്ഞു. ആ അങ്ങനെയോ? ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. അല്ല കുറിഞ്ഞി, ഇന്ന് നല്ല കോളാണല്ലോ. അല്ല, ഇതാര് അപ്പുവോ? കുറിഞ്ഞി, നമ്മൾ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണ്ടേ? അപ്പു, കുറച്ചു ദിവസം മുമ്പ് മിന്നുപൂച്ചയ്ക്ക് ഒരു വലിയ മീൻ കിട്ടിയിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇത് കൊടുക്കാതിരുന്നത്. അത് സാരമില്ല കുറിഞ്ഞി, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ മിന്നുപൂച്ചയെ വിളിക്കട്ടെ. കുറിഞ്ഞിക്ക് സമ്മതമാണോ? ശരി അപ്പു, സമ്മതമാണ്. മിന്നു, വേഗം വാ, കുറിഞ്ഞി ഇതാ വിളിക്കുന്നു. ഇതാ മിന്നു, കഴിച്ചോളൂ. ഇപ്പോൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷമായില്ലേ? ഇനി ഞാൻ രണ്ടു പേരോടും കൂടി ഒരു കാര്യം പറഞ്ഞു തന്നാൽ കൂട്ടുകാർ അനുസരിക്കുമോ? തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചോളാം. അല്ല അപ്പു, എന്താ കാര്യം? എന്നാ കേട്ടോളൂ. വിശക്കുന്നവർ ഭക്ഷണം ചോദിച്ചാൽ ഉള്ളതിൽ നിന്ന് പകുതി നൽകണം, കേട്ടോ? ശരി അപ്പു. ഇനി ഞങ്ങൾ രണ്ടുപേരും അപ്പുവിന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഇനി മുതൽ എല്ലാവർക്കും ചെയ്യും. ഇനി ഞാൻ പോകുകയാണ് കൂട്ടുകാരെ. ശരി അപ്പു.
അത്തിപ്പഴം. എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. നല്ല മൃദുത്വവും സ്വാദുമുള്ള ഒരു പഴമാണ് ഞാൻ. എന്റെ തൊലിപ്പുറം നേരിയതാകുന്നു. എന്നിൽ നിറയെ ചെറിയ വിത്തുകൾ കാണാം. ഏകദേശം 850 ഇനങ്ങളിലായി ഞാൻ വളർത്തപ്പെടുന്നു. പഴുത്തും ഉണക്കിയും ഞാൻ ഭക്ഷിക്കപ്പെടുന്നു. ചൂടുള്ള കാലാവസ്ഥയിലാണ് അത്തിപ്പഴങ്ങൾ വളരുന്നത്. ചിലപ്പോൾ അത്തിപ്പഴങ്ങൾ ജാമാക്കിയും ഉപയോഗിക്കപ്പെടുന്നു. സന്തോഷായില്ലേ? ഇനി ഞാൻ പോകട്ടെ. വിടാ. കൂട്ടുകാരെ, മുറ്റത്ത് ചിക്കിപ്പരത്തുന്ന കുരുവികളെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? നമ്മുടെ ഉണ്ണിക്ക് അങ്ങനെ ഒരു ചങ്ങാതിക്കുരുവിയോട് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളതെന്ന് നോക്കൂ. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. അമ്പഴമോ ചെമ്പഴമോ നീ ചിക്കി പരതി, മാമ്പഴമോ തേൻപഴമോ നീ ചുണ്ടിൽ കരുതി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. മത്തങ്ങ തൊണ്ടിന്റെ കുപ്പായം തരുമോ? മുത്തശ്ശിപ്പാട്ടിന്റെ അത്താഴം തരുമോ? മത്തങ്ങ തൊണ്ടിന്റെ കുപ്പായം തരുമോ? മുത്തശ്ശിപ്പാട്ടിന്റെ അത്താഴം തരുമോ? വിത്തിറക്കാം, കൊയ്തെടുക്കാം മാനത്തെ വയലിൽ. കാ പറിക്കാം, പൂ പറിക്കാം കാറ്റത്തെ കടവിൽ. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. അമ്പം പോയി മാതിരി കേട്ടിട്ടേ ഇല്ലേ? എമ്പാടും ചോദ്യങ്ങൾ എവിടുന്ന കുഞ്ഞേ? അമ്പം പോയി മാതിരി കേട്ടിട്ടേ ഇല്ലേ? എമ്പാടും ചോദ്യങ്ങൾ എവിടുന്ന കുഞ്ഞേ? പൂങ്കുരുവി നിൻ ചിറകിൽ ആകാശക്കടലിൽ, ചെമ്പരുന്തിൻ ചേലിലയാ പറക്കാൻ കൊതിയായി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. മുറ്റത്തു കൊത്തിപ്പാരാതുന്ന കുരുവി, തത്തിത്തി മർക്കുന്ന ചങ്ങാതിക്കുരുവി. അമ്പഴമോ ചെമ്പഴമോ നീ ചിക്കി പരതി, മാമ്പഴമോ തേൻപഴമോ നീ
വളരെ വേഗത്തിൽ വളരുന്ന ഒരു പച്ചക്കറിയാകുന്നു. യൂറോപ്പും ഏഷ്യയും എൻ്റെ സ്വദേശങ്ങളാകുന്നു. പണ്ടുകാലത്തെ അറിയപ്പെടുന്ന ഒരു ഇലക്കറിയാകുന്നു ഞാൻ. വെളുപ്പും പച്ചയുമാർന്ന ചെറിയ പൂക്കളാണ് എനിക്കുള്ളത്. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വിദ്യയും വിജയവും വിശ്വാസങ്ങളും വിരുന്നു നൽകും പുതുലോകം. വിദ്യയും വിജയവും വിശ്വാസങ്ങളും വിരുന്നു നൽകും പുതുലോകം. ആ ലോകത്തിൽ കൂട്ടായി കഥയും കവിതയുമുണ്ടല്ലോ. ആ ലോകത്തിൽ കൂട്ടായി കഥയും കവിതയുമുണ്ടല്ലോ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിനു കൂട്ടായി വന്നാട്ടെ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിനു കൂട്ടായി വന്നാട്ടെ. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിനു കൂട്ടായി വന്നാട്ടെ. അപ്പും രാധയും വന്നാട്ടെ, പാട്ടിനു കൂട്ടായി വന്നാട്ടെ. മലയും മേടും കേറിപ്പോകാം, മരത്തിലൂഞ്ഞാലാടിടാം. മാനും മയിലും പാത്തും കാട്ടിൽ മതി വരുവോളം കളിയാടാം. വരുവോളം കളിയാടാം. പൈനാപ്പിൾ പേരക്ക എന്നറിയപ്പെടുന്ന ഫൈജോവയാണ് ഞാൻ. ഗോവാസ്റ്റിൻ എന്നും ചിലർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അത് ഗൗനിക്കാറില്ല. അല്ലെങ്കിലും പേരിൽ എന്തിരിക്കുന്നു? കുറ്റിച്ചെടിയായും ചെറിയ മരമായും എൻ്റെ മാതൃസസ്യം കാണാം. 1 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ഉയരത്തിൽ അവ വളരുന്നു. വടക്കൻ അർജന്റീന, പരാഗ്വോ, ഉറുഗ്വോ, കൊളംബിയയുടെ ഏതാനും ഭാഗങ്ങൾ, തെക്കൻ ബ്രസീലിലെ കുന്നിൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഞാൻ എത്തുന്നത്.
അസർബൈജാൻ, ജോർജിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഞാൻ വളർത്തപ്പെടുന്നു. അത്രമാത്രം. വിട കൂട്ടുകാരെ. ചങ്ങാതിമാരെ, എപ്പോഴും ടിവിയുടെ മുന്നിലിരിക്കണം, എപ്പോഴും കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കണം. ചില ചീത്ത കുട്ടികൾ ഇങ്ങനെയാ. നമ്മുടെ ഉണ്ണിയും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം.
ഒരു വേനൽക്കാല സ്ക്വാഷ് പച്ചക്കറിയാകുന്നു. ഞാൻ ഇളം പച്ചയായോ കടും പച്ചയായോ കാണപ്പെടുന്നു. എന്റെ തൈ 1 മീറ്റർ വരെ പൊക്കത്തിൽ വളരും. ഹായ്, എന്തു മനോഹരം അല്ലേ അപ്പു? അതെ അതെ. എന്താണ് ശബ്ദം? ഞാനും കേൾക്കുന്നുണ്ട്. ദാ അവിടെ നിന്നാണെന്ന് തോന്നുന്നു. ശരിയാ, ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട രാധേ, നമുക്ക് 2 പേർക്കും കൂടിയും പോയി നോക്കാം. ശരി. അപ്പു, കുറുക്കച്ചാരാണല്ലോ ഈ കിടന്നുറങ്ങുന്നത്. അതെ, ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. കുറുക്കച്ച, എണീക്കുന്നില്ലേ? നേരം വെളുത്തു. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ പാവമാണ്. അല്ല കുറുക്കച്ച, എന്തു പറ്റി? ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ ഈ കാടൊന്ന് ചുറ്റി കാണാൻ വന്നവരാ. വിരോധമില്ലെങ്കിൽ കുറുക്കച്ചൻ എല്ലാം കാണിച്ചു തരാൻ സഹായിക്കുവോ? ഓ, ഈ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയുമുണ്ടോ? അത്ഭുതം തന്നെ. ഇവർക്ക് എന്നോട് എന്തൊരു സ്നേഹം. എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം. പിന്നെന്താ, എപ്പ പോയെന്ന് ചോദിച്ചാൽ മതി. ഈ കാട്ടിലെ മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഓരോ ജോലിയിലായിരിക്കും. പിന്നെ ചിലർ രോഗം പിടിപെട്ട് കിടപ്പില. അയല വറുത്തതുണ്ട്, ഹേയ് ഹേയ് കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ടോ വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, ഹോയ് ഹോയ്. അയല വറുത്തതുണ്ട്, ഹേയ് ഹേയ് കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ടോ വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, ഹോയ് ഹോയ്. കുറുക്കച്ചാർക്ക് ഇത് എന്തു പറ്റി? മനുഷ്യരുടെ ഒപ്പമാണല്ലോ നടപ്പ്. പേടിക്കേണ്ട കറുമ്പ, ഇവർ കാടു കാണാൻ വന്ന കുട്ടികളല്ലേ. ഇവർ നമ്മെ ഒന്നും ചെയ്യില്ല.
ഓ, അതായിരുന്നോ കാര്യം. ഞാനാകെ പേടിച്ചു പോയി കേട്ടോ. എന്നാൽ നിങ്ങൾ പോയി കാട് കാണ്. എനിക്ക് അത്യാവശ്യമായി ഭാര്യ വീട് വരെ ഒന്ന് പോകണം. ശരി ശരി. വിങ്ഡ് ബീൻ. ഞാനൊരു നല്ല നൈട്രജൻ ദാതാവാകുന്നു. എൻ്റെ വിത്തിന്റെ തോട് ഉറപ്പുള്ളതാണ്. അത് ഉതിർത്തിയാണ് മുളപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ വളരുന്ന ഒരു പച്ചക്കറിയാണ് ഞാൻ. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ പുല ഇറങ്ങിയ ദിവസം ഓർക്കുന്നുണ്ടോ? ആ ദിവസം കൂട്ടുകാർ നന്നായി പേടിച്ചിരുന്നില്ലേ? എന്നാൽ ഇനി അതിനെക്കുറിച്ചാവും പാട്ട്. പുലിയിറങ്ങി, നാട്ടിൽ പുലിയിറങ്ങി,
ഒരു ഇലക്കറിയായി എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭക്ഷണത്തെ അലങ്കരിക്കാനും ഞാൻ ഉപയോഗിക്കപ്പെടുന്നു. പാർസ്ലി ഇലകൾ അരിഞ്ഞ് ഭക്ഷണത്തിന്റെ മുകളിൽ കുടയുകയാണ് ചെയ്യാറുള്ളത്. ധാരാളം സൂപ്പുകളിലും ഞാൻ ഉപയോഗിക്കപ്പെടുന്നു. കപ്പ മോഷ്ടിച്ചിട്ടില്ലെന്ന് മൂഷിക പ്രസിഡന്റ് ശ്രീ ചൂണ്ടൻ. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു. അതോടെ പഞ്ചായത്തിൽ വെട്ടേറ്റു മരിച്ചത് ആകെ 102 മരങ്ങൾ. ജില്ലാതലത്തിൽ 160ഉം സംസ്ഥാന തലത്തിൽ 370ഉം മരങ്ങൾ വെട്ടേറ്റു മരിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. പാവം, മനുഷ്യരുടെ വെട്ടുകൊണ്ട് ചാവാനാ അവരുടെ യോഗം. നിക്കൂ കൂട്ടുകാരെ, ഇതാണ് മുയലച്ഛന്റെ താവളം. നമുക്ക് പോയി നോക്കിയാലോ? ശരി, എന്നാ വരൂ. എന്താ മുയലച്ച, സുഖം തന്നെയല്ലേ? അല്ല, ആരാ ഇത്? കുറുക്കച്ചനോ? കൂടെ 2 പേർ കൂടിയുണ്ടല്ലോ. ഇവർ എന്റെ സുഹൃത്തുക്കളാണ്. നമ്മളെ എല്ലാം കാണാൻ വന്നവരും കൂടിയാ. അതെയോ? അല്ല മുയലച്ച, ഇന്നത്തെ പത്രത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പതിവ് പോലെ തന്നെയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കാട് മരിക്കുക തന്നെ ചെയ്യും. പുളിക്കൊമ്പ് പഞ്ചായത്തിൽ 2 മരങ്ങൾ കൂടി വെട്ടേറ്റു മരിച്ചു. കുറുക്കച്ച, എവിടെയാണ് ഈ പുളിക്കൊമ്പ് പഞ്ചായത്ത്? നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? ശരി. എന്നാൽ ഞാനുമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം. ഇവിടെയാണ് ഇന്നലെ 2 മരങ്ങൾ വെട്ടേറ്റു മരിച്ചത്. വെട്ടേറ്റ് മരിക്കുകയോ? ആരാ വെട്ടിയത്? മനുഷ്യർ തന്നെ, അല്ലാതെ ആരാ? കുറുക്കച്ച, മനുഷ്യർക്കിടയിൽ അങ്ങനെ ചിലരുണ്ടായിപ്പോയി. മരങ്ങൾക്ക് ജീവനുണ്ടോ? വെട്ടുമ്പോൾ അവർക്ക് വേദനിക്കുമോ? ശരിയാണല്ലോ കുറുക്കച്ച, മരങ്ങൾക്ക് ജീവനുണ്ടോ? മരങ്ങൾക്ക് ജീവനുണ്ട്. അവർ നമ്മെപ്പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മൾ വളരുന്നത് പോലെ അവരും വളരുന്നു. നമുക്ക് വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കുന്നു. മനുഷ്യർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയി. എന്താ കുറുക്കച്ച, കുട്ടികളുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇവർ കാട് കാണാൻ വന്നോരാ. ആനച്ചേട്ടൻ എന്താ ഞങ്ങളെ കണ്ടിട്ട് പേടിക്കാത്തത് കുറുക്കച്ച? ഞങ്ങളെക്കാളേറെ മനുഷ്യരെ കുറിച്ച് അറിയുന്നത് ഇങ്ങേർക്കാ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി വരുന്ന ആളാ.
കുട്ടികളുടെ മനസ്സ് വളരെ നല്ല മനസ്സാണെന്ന് ആനച്ചേട്ടൻ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. എന്നാൽ ഞങ്ങൾ ആനച്ചേട്ടന്റെ പുറത്തൊന്ന് കേറട്ടെ. അതിനെന്താ, കയറിക്കോളൂ. ഇനി ഏതായാലും ആനച്ചേട്ടനുമൊത്ത് ചുറ്റിക്കറങ്ങിക്കോളൂ. ഞാൻ പോകുന്നു. ചിലപ്പോൾ ഞാൻ യമാമോ എന്നും വിളിക്കപ്പെടാറുണ്ട്. ചൈനീസ് ബോബെറി, ചൈനീസ് സ്ട്രോബെറി എല്ലാം എൻ്റെ മറ്റു പേരുകളാകുന്നു. ഞാൻ ആരോഗ്യദായകമായ പഴമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ജീവകങ്ങളും ധാതുക്കളും എന്നിലുണ്ട്. കണ്ടതൊക്കെ വാങ്ങിത്തരണമെന്ന് വാശി പിടിക്കുന്നവരാണോ കൂട്ടുകാർ? അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. നോക്കൂ, വികൃതിക്കുട്ടനായ കുഞ്ഞാണ്ടി തന്റെ അച്ചാച്ചനോട് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അയ്യോ, ഇങ്ങനെയായാൽ അച്ചാച്ചൻ കുഴങ്ങില്ലേ? എന്ത് സംഭവിച്ചെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഞാൻ റെഡിക്ഷോ, ഇറ്റാലിയൻ ചിക്കറി എന്നും ഞാൻ അറിയപ്പെടുന്നു. ഞാൻ ഒരു ഇലപ്പച്ചക്കറിയായിട്ടാണ് വളർത്തപ്പെടുന്നത്. രക്തശുദ്ധീകരണത്തിന് എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആനച്ചേട്ടന്റെ പേരെന്താ? കുട്ടൻ. ഞങ്ങൾ കുട്ടേട്ടൻ എന്ന് വിളിക്കട്ടെ? അതിനെന്താ, വിളിച്ചോളൂ. കുട്ടേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് മുള്ളൻകാടിനടുത്താണ്. കുട്ടേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവരെല്ലാം എന്താ ചെയ്യുന്നത്? കുട്ടികൾ പഠിക്കുകയാണ്. ഒരാൾ 3ലും മറ്റേയാൾ 1ലുമാണ് പഠിക്കുന്നത്. കുട്ടേട്ടാ, നമുക്കൊന്ന് പുഴയിൽ മുങ്ങി നോക്കിയാലോ? ആ പുഴയിൽ ഇറങ്ങിയാൽ രോഗങ്ങൾ പിടിപെടും. രോഗമോ? എങ്ങനെ? ദാ അത് കണ്ടോ, നഗരത്തിലെ ഒരു വലിയ ഫാക്ടറിയാണത്. അവിടെ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇതിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ പുഴയിൽ ഇറങ്ങിയവരും ഇതിൽ നിന്ന് വെള്ളം കുടിച്ചവരും ഇന്ന് രോഗങ്ങളാൽ കഷ്ടപ്പെടുകയാണ്. ഇവിടെ അടുത്ത് ഒരു കുളമുണ്ട്. അതിൽ നല്ല ശുദ്ധവെള്ളമാണുള്ളത്. കുട്ടേട്ടാ, എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം. ശരി. കുട്ടേട്ടാ, നമ്മൾ ആ കുളത്തിനരികിൽ എത്താനായോ? ഇതാ നമ്മൾ എത്തിത്തുടങ്ങി. മനോഹരം അല്ലേ അപ്പു? അതെ അതെ. കുട്ടേട്ടാ, നമുക്ക് ഇവിടെ കുറച്ചേരം ഒന്ന് ഇരിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. വല്ലാത്തൊരു ദാഹം. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ശരി. ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഞാനും. മുമ്പ് ഈ കാട് ഇതിനേക്കാൾ എത്രയോ സുന്ദരമായിരുന്നു. അരുവികളും പുഴകളും കുളങ്ങളും നിറഞ്ഞത്. അതിലൊക്കെയും വെട്ടിത്തിളങ്ങുന്ന വെള്ളം. മരങ്ങളാലും കുന്നുകളാലും ചുറ്റപ്പെട്ടത്. അന്ന് ഞങ്ങളെല്ലാം എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്നോ. എന്നിട്ട് ആ കാടിന് എന്ത് സംഭവിച്ചു? മനുഷ്യർ കാട്ടിൽ വരാൻ തുടങ്ങിയതോടെ എല്ലാം നശിച്ചു തുടങ്ങി. അവരുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി അവർ പുഴയെ കണ്ടു. കുന്നുകൾ നിരത്തി മണ്ണ് കൊണ്ടുപോയി, മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. കൂടാതെ പലരുടെയും വീടുകൾ നഷ്ടമായി. പലരെയും മനുഷ്യർ ആക്രമിച്ചു. എവിടെ നിന്നോ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. കുട്ടേട്ടാ, ശരിയാണല്ലോ. വാ, നമുക്ക് പോയി നോക്കാം. അനാഥനായി മാറി ഞാൻ, വെറും മഗതിയായി മാറി. ഉറ്റവർ ഉടയവർ കൈവിട്ടുപോയി. ഉറ്റവർ ഉടയവർ കൈവിട്ടുപോയി. ഉരുകിത്തീരും മെഴുകുതിരിയായി
മിഴികൾ തോരാ കാർമുകിലായി, മിഴികൾ തോരാ കാർമുകിലായി, മിഴികൾ തോരാ കാർമുകിലായി. അതെന്താ കുട്ടേട്ടാ, പന്നിക്കുട്ടൻ സങ്കടത്തോടെയാണല്ലോ പോകുന്നത്. പാവം അമ്മയെയും അച്ഛനെയും സ്വന്തം കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു. അന്നു തുടങ്ങിയതാ ഈ പാട്ടുമായുള്ള നടപ്പ്. അല്ല മങ്കിയേട്ടാ, എങ്ങോട്ടാ പോകുന്നത്? തൈലം വിറ്റ് കഴിഞ്ഞില്ലേ? മങ്കിയേട്ടാ, ഇതെന്തിനുള്ള തൈലമാ? കൈകാലുകൾ വേദന, കൈകാലുകൾക്ക് കോച്ചിപ്പിടുത്തം, മുളുക്ക്, ചതവ്, വാദസംബന്ധമായ രോഗങ്ങൾക്കും അലർജിപരമായ രോഗങ്ങൾക്കും ശമനത്തിനായി തയ്യാറാക്കിയ സ്പെഷ്യൽ തൈലമാണ് ഈ കാട്ടുതൈലം. ഒരു തുള്ളി കൈക്കുമ്പിളിലെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ ഉടൻ ശമനമുണ്ടാകും. ഫാമിലി ബോട്ടിൽ 20 രൂപ, ഇടത്തരം ബോട്ടിൽ 15 രൂപ, ചെറിയ ബോട്ടിൽ 10 രൂപ. വലിയ ബോട്ടിൽ എടുക്കുക, അതാണ് നിങ്ങൾക്ക് ലാഭം. കാരണം അതിൽ കുറേയുണ്ടാകും. കലക്കി മങ്കിയേട്ടാ, കലക്കി. വൈദ്യരുടെ അടുത്തേക്ക് ഞങ്ങളും വരട്ടെ മങ്കിയേട്ടാ? അതിനെന്താ, വന്നോളൂ. നിങ്ങൾക്ക് വൈദ്യർ പരിശോധിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ വരുന്നില്ല. മങ്കിയേട്ടൻ ഉണ്ടല്ലോ കൂടെ. അതെന്താ കുട്ടേട്ടാ വരാത്തത്? എന്റെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടാകും. അവർ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഇനിയും കാട് കാണാനും ഞങ്ങളെയൊക്കെ കാണാനും ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. ഇനി വരുമ്പോൾ എന്റെ വീട്ടിലേക്കും വരണം. ശരി കുട്ടേട്ടാ, തീർച്ചയായിട്ടും ഞങ്ങൾ വരും.